ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുതേ എന്ന്. കപടനാട്യക്കാർ ഉള്ളതുകൊണ്ടല്ലേ ക്രിസ്തു അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്? ആരാണ് കപടനാട്യക്കാർ? എങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്? എന്താണ് അവരുടെ ലക്ഷണങ്ങൾ? ബൈബിളിലെ വിവിധ ഭാഗങ്ങളിലെ കപടനാട്യക്കാരുടെ ലക്ഷണങ്ങളും അവരെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. ഇല്ലാത്ത ഭക്തി നടിക്കുന്നവർ. 2. ഭക്തിയുടെ വേഷം കെട്ടി സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുന്നവർ. 3. സ്വയം നീതീകരിക്കുന്നവർ. 4. ദുരാഗ്രഹികൾ. 5. സാരമായ കാര്യങ്ങളെ അവഗണിച്ച് നിസ്സാരമായവയെ നിഷ്കർഷിക്കുന്നവർ. 6. അന്യരെ വിമർശിക്കുന്നവർ. 7. പറയുന്നത് പ്രവർത്തിക്കാത്തവർ. 8. ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുണ്ടെന്ന് ഭാവിക്കുന്നവർ. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ കപടഭക്തർ. യേശു ഇവരെ അതിശക്തമായി വിമർശിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കപടഭക്തിക്കാരെ പോലെ ആകരുതേ എന്ന്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.